ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് പ്രത്യാശ തീരദേശ മിഷന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതൊരിക്കലും ഒരു കോൺഫിഗറേഷൻ ആണ്ടല്ല, എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് വൈപ്പിലുണ്ട്, ചേർത്തലയിൽ എൻ്റെ ആലപ്പുഴ എൻ്റെ പ്രവർത്തനം നടക്കുന്നു, കോട്ടയത്ത് എൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തക്ക സമയത്ത് ആത്മീയത വായിച്ചത് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിശാലത വരുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ദേവദാസന്മാർ വന്നു ചേർന്ന ഈ സന്തോഷത്തിൽ മുന്നോട്ടുള്ള നാളുകളിലൊക്കെയും ഒന്നിച്ച നമുക്ക് കൈകോർക്കുവാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൈകോർക്കുവാൻ അതിനിടയായി തീരട്ടെ എന്നോ കർത്താവിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇവിടെ ദേവദാസനുമായി കൂട്ടായ്മ ആഗ്രഹിക്കുവാൻ എനിക്ക് അദ്ദേഹത്തിന്റെ ചർച്ചയായിത്തീരുന്നു. അവിടെയൊക്കെ വളരെയധികം അനുഗ്രഹമായിത്തീരുന്നതിനെ പറയുന്നു. ജോസഫ് പാസ്റ്ററുമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ട് നേരിടുന്നവരുണ്ട്, കുടുംബമായിട്ട് മുന്നോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പലരും കടന്നു പോകുന്നുണ്ട്. ശശി പാസ് ആദ്യം മുതലുള്ള ഒരു വ്യക്തിയാണ്. ഇന്നുവരെ നിലനിൽക്കുന്ന മുന്നോട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദീക്ഷയോട് നിലനിൽക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഒരുപാട്